നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഗുജറാത്തിൽ മൊത്തം കൂടെ 8 മുനിസിപ്പൽ കോർപ്പറേഷനിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിക്ക് കോൺഗ്രസുമായി സഹകരിക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. അത് സംസ്ഥാന നേതാക്കളെല്ലാം തന്നെ തുറന്നു പറഞ്ഞതുമാണ്. എന്നാൽ ദേശീയ നേതൃത്വം ഇപ്പോഴും അതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഉറപ്പൊന്നും പറയുന്നില്ല. കൃത്യമായി പറഞ്ഞാൽ ഡൽഹി ഇലക്ഷൻ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുന്നതിന് ശേഷമാണ് ആ കാര്യത്തിൽ ഒരു ആലോചന എന്ന രീതിയിലേക്കൊക്കെ മുട്ടാത്തർക്കവുമായി ദേശീയ നേതാക്കൾ വരുമ്പോൾ സംസ്ഥാന നേതാക്കൾ അതിനെ പാടെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ആം ആദ്മി പാർട്ടിയുടെ സംസ്ഥാന നേതാക്കളിൽ പലർക്കും കോൺഗ്രസുമായി സഹകരിച്ച് എല്ലാ വാർഡുകളിലും സഹകരണം ഊട്ടിയുറപ്പിക്കാനുള്ള ശ്രമമാണ്. അഹമ്മദാബാദിലും ഭാവ്നഗറിലും ജാംനഗറിലും ജുനാഗഡിലും രാജ്കട്ടിലും സൂററ്റിലും എല്ലാം അതിശക്തമായി സഹകരിക്കാൻ വേണ്ടിയുള്ള ഒരു നീക്കുപോക്കിലേക്ക് ഇപ്പോൾ ആം ആദ്മി നേതാക്കളുടെ ഒരു യഥാർത്ഥ പരിച്ഛേദം ഉണ്ടായിരിക്കുകയാണ്. കോൺഗ്രസ് നേതാക്കൾ തിരിച്ചുവരവിൻ്റെ പാതയിൽ തന്നെയാണ്. ജഗദീഷ് ഠാക്കൂർ കൃത്യമായി പറയുന്നത്, മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ 6 മുനിസിപ്പാലിറ്റിയിൽ ഞങ്ങൾക്ക് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാകാൻ കഴിയും എന്ന വിശ്വാസവുമായി മുന്നോട്ട് വരികയാണ്. ഒരുപക്ഷെ ഗുജറാത്തിൽ BJPക്ക് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കിട്ടുന്ന ഏറ്റവും വലിയ തിരിച്ചടിയായിരിക്കും ഇത്തവണത്തേത് എന്നും 2027 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുന്നോടിയായുള്ള ഒരു സെമി ഫൈനൽ എന്ന് വിശേഷിപ്പിക്കാവുന്ന സ്ഥിതിഗതിയിലേക്ക് വിലയിരുത്തപ്പെടുന്നതായിരിക്കും. ഇനി 2.5 കൊല്ലം കൂടി നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഉണ്ടെങ്കിൽ പോലും ഗുജറാത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഉണ്ടായ വോട്ട് ചോർച്ച നിസ്സാരവൽക്കരിക്കാൻ മുഖ്യമന്ത്രിയായ ഭൂപേന്ദ്രഭായ് പട്ടേൽ തയ്യാറല്ല എന്നുള്ളതാണ് സത്യം. നമുക്കറിയാം, ഗുജറാത്തിൽ കഴിഞ്ഞ തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2022 ഡിസംബറിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ നേട്ടം BJP നെയ്തെടുത്തു. 157 സീറ്റുകളാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടിയെടുത്തത്. അതായത് 85% സീറ്റുകളും BJP ഒറ്റയ്ക്ക് നേടിയെടുത്തു. അത് ചരിത്രത്തിൽ ആദ്യമായുള്ള സംഭവമാണ്. എന്നാൽ കോൺഗ്രസ് മുഖ്യ പ്രതിപക്ഷമായിരിക്കുന്ന സംസ്ഥാനത്ത് 14%-ലധികം വോട്ട് ഷെയറും 5 നിയമസഭാ സീറ്റുകളുമായി ആം ആദ്മി കോൺഗ്രസിന് അള്ളുവെക്കുകയാണ് ഉണ്ടായത്. പലയിടത്തും നീക്കുപോക്കാകാം എന്ന് കോൺഗ്രസ് പറഞ്ഞിട്ടും ആം ആദ്മി അതിന് തയ്യാറാകാതെ വൈരാഗ്യ ബുദ്ധിയോടുകൂടി കോൺഗ്രസിനെ തകർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി കെജ്രിവാളും സംഘവും തമ്പടിച്ച് നിന്നാണ് ഗുജറാത്തിൽ പ്രവർത്തനം നടത്തിയതും അതുവഴി BJPയുടെ വിജയം എളുപ്പമാക്കി കൊടുത്തതും. എന്നിട്ടും ഒരു ഉളുപ്പുമില്ലാതെ ആം ആദ്മി പാർട്ടി കോൺഗ്രസ് നേതാക്കളുടെ കാല് പിടിക്കാൻ വന്നിരിക്കുകയാണ്. സൂററ്റിൽ ശക്തമായിട്ടുള്ള ത്രികോണ മത്സരം നടക്കുകയാണ്. എന്നാൽ ത്രികോണ മത്സരം അതിശക്തമായി നടക്കുന്ന ഭാവ്നഗറിലെ ചില വാർഡുകളും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. മറ്റൊരിടത്തും ത്രികോണമല്ല. രാജ്കട്ടിലും അതുപോലെ തന്നെ അഹമ്മദാബാദിലുമൊക്കെ ശക്തമായി BJP വേഴ്സസ് കോൺഗ്രസ് എന്ന രീതിയിൽ നേർക്കുനേർ പോരാട്ടം തന്നെയാണ് നടക്കുന്നത്. അവിടെയും BJPക്ക് വലിയ തോതിൽ ആം ആദ്മിയുടെ രഹസ്യ പിന്തുണ വേണമെന്ന ആഗ്രഹമുണ്ടെങ്കിലും അത് നടക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ആം ആദ്മി നേതാക്കൾ സത്യം തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഗുജറാത്തിൽ ജഗദീഷ് ഠാക്കൂർ പറഞ്ഞിരിക്കുന്നത്. അതായത് സുസ്ഥിര വികസനത്തിന് വേണ്ടി കോൺഗ്രസിനോടൊപ്പം നിലയുറപ്പിച്ച് നിൽക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരാൻ ഗുജറാത്തിൽ ഒരു ഓട്ട വീണതുപോലെയാണ് 26 ലോക്സഭാ സീറ്റിൽ ഒരു സീറ്റ് വിജയിച്ച് കോൺഗ്രസ് അവിടെ വെന്നിക്കൊടി പാറിച്ചത്. 26 സീറ്റിൽ ഒരു ലോക്സഭാ സീറ്റ് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഏകകണ്ഠേന ജയം പ്രഖ്യാപിച്ച സീറ്റ് കൂടി ഉണ്ടായിരുന്നു ഉള്ളത് ഓർക്കണം. ഇതെല്ലാം നടക്കുമ്പോഴും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഭയം നല്ല രീതിയിലുണ്ട്.